മിഡ് ടൗൺ കാഞ്ഞങ്ങാടിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസിയിൽ വെച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. കാഞ്ഞങ്ങാട് റോട്ടറി മിഡ് ടൗൺ ഈ വർഷത്തെ ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസി ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. റോട്ടറി മിഡ് ടൗൺ ക്ലബ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഭാഗമായി നടന്ന യോഗം റോട്ടറി മുൻ ഗവർണർ പ്രമോദ് നായനാർ ഉദ്ഘാടനം ചെയ്തു. Last year was a historical year as far as Rotary India is concerned. We have done so many projects last year. We have contributed the highest in last year throughout the Rotary years, in all these Rotary years. That is 38 million US dollars has been donated last year to the Rotary Foundation. പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജയ് കുമാർ പി.വൈ അധ്യക്ഷത വഹിച്ചു. സോണൽ കോർഡിനേറ്റർ കെ രാജേഷ് കമ്മത്ത്, എ.ജി. വില്യംസ് ജോസഫ്, ബിനോയ് കുര്യൻ എന്നിവർ സംസാരിച്ചു. ട്രഷറർ ടി.വി. രമേശൻ സ്വാഗതവും അഡ്വക്കേറ്റ് രാജ്മോഹൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിനും കർമ്മനിരതനും ഊർജ്ജസ്വലനുമായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.വൈ അജയ് കുമാർ അവരുടെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രൗഢഗംഭീരമായ ചടങ്ങിന് തിരക്കുറിയെന്നാണ് നമ്മളെ വളരെയധികം സ്നേഹിക്കുകയും നമ്മൾ വളരെയധികം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രഗത്ഭ വ്യക്തിയാണ് മുഖ്യ അതിഥിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ മുഖ്യ അതിഥി CDG MD റൊട്ടേറിയൻ പ്രമോദ് നായനാർ അവരുടെ ക്ലബിന് വേണ്ടി വ്യക്തിപരമായി സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷം നടപ്പാക്കുന്ന ആദ്യ പ്രൊജക്ട് എന്ന നിലയിൽ എൻമകച്ചി പഞ്ചായത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളെ സംരക്ഷിക്കുന്ന നവജീവന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിലേക്ക് ആവശ്യമായ അലമാരകൾ വിതരണം ചെയ്തു. പുതിയ ഭാരവാഹികളായി A.V. തോമസിനെ പ്രസിഡന്റായും അഡ്വക്കേറ്റ് രാജ്മോഹനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.